ഇപ്പോൾ ലക്ഷ്മി നാരായണ രൂപം എന്ന് പറഞ്ഞ രീതി കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലായിടത്തും സത്യത്തിൽ ഇത് പറഞ്ഞു ഈ ഒരു ആശയം കൺവേ ചെയ്യാനാണ് അത് പറയുന്നത്. ഈ പ്രകൃതി പുരുഷ സംയോഗത്തിലൂടെയാണ് ലോകം നിലനിൽക്കുന്നത്. ഇപ്പോൾ അച്ഛനും അമ്മയുമാണ് സൃഷ്ടിക്ക് കാരണമാവുന്നതെന്ന് പറയുന്ന പോലെ തന്നെ പ്രപഞ്ച പിതാവായിട്ടുള്ള മഹാദേവനും പ്രപഞ്ച മാതാവായിട്ടുള്ള ദേവിയും. അപ്പം അതിൽ പൗരുഷ സ്ഥാനം ഭഗവാന് കൊടുത്തിരിക്കണമെന്നേ ഉള്ളൂ. അത് ആ ഭഗവാന്റെ ആ ഒരു ഇപ്പം ഞാൻ പറഞ്ഞ ചില ഗുണങ്ങളുണ്ടല്ലോ, ശിവന്റെ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന, മറ്റ് ഈശ്വരന്മാരിൽ നിന്ന് കുറച്ചൊന്ന് വേറിട്ട് നിൽക്കുന്ന, മറ്റ് ഈശ്വരന്മാരിൽ നിന്ന് കുറച്ചുകൂടെ മനുഷ്യന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദേവതാ സങ്കല്പമാണ് മഹാദേവൻ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഭഗവാന് കൂടുതൽ പൗരുഷമായിട്ടുള്ള മൂല്യങ്ങൾ നമ്മൾ കൽപ്പിച്ചു കൊടുത്താണ്. ബ്രഹ്മം എന്ന് പറയുന്ന ചൈതന്യത്തിൽ നോക്കുകയാണെങ്കിൽ ആ ബ്രഹ്മം എന്ന് പറയുന്ന വസ്തുവിനെ നമുക്ക് പുരുഷൻ എന്നോ സ്ത്രീ എന്നോ ഒന്നും വിളിക്കാൻ സാധിക്കില്ല. അതിന് ലിംഗഭേദമില്ല, നിറമില്ല, രൂപമില്ല, മണമില്ല, ഒന്നുമില്ലാത്തൊരു സാധനമാണ്. നിർവികാര ബ്രഹ്മം നമ്മൾ പറയില്ലേ, അതിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു ചൈതന്യം ലോകത്തുള്ളൂ. നമ്മൾ എങ്ങനെ വിളിച്ചാലും, ഇപ്പോൾ ചാത്തന്ന് വിളിച്ചാലും, അയ്യപ്പന്ന് വിളിച്ചാലും, കൃഷ്ണന്ന് വിളിച്ചാലും, അമ്മ എന്ന് വിളിച്ചാലും, മഹാദേവൻ എന്ന് വിളിച്ചാലും, അതൊക്കെ ബ്രഹ്മത്തിന്റെ പല രൂപഭേദങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ ബ്രഹ്മത്തിന് പുരുഷാകാരം പൂണ്ടിട്ടുള്ള പ്രവൃത്തിയിൽ ഏറ്റവും വലിയ സ്ഥാനം ഇന്നത്തെ കാലത്ത് മഹാദേവന് കൊടുക്കുന്നു.